സങ്കീർത്തനം 25 അധ്യായം അതിൻ്റെ 1 കർത്താവ് പറഞ്ഞു, യഹോവേ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന കുറച്ചു പേരെ കർത്താവ് കാണിച്ചിരുന്നു. അവര് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നിന്നിലേക്ക് നോക്കുന്നു, നിന്റെ കരുണയ്ക്കായി. ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, എൻ്റെ വിടുതലിനായി. നീ എനിക്കത് നൽകണമേ എന്ന് കർത്താവ് കുറച്ചാളുകൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. നിലവിളിക്കുന്ന ഈ ആൾക്കാർ ഫുൾ ടൈം കിടക്കുന്ന രോഗികളാണ്. പിന്നെ എന്താണ് പറയുക, സ്പൈനൽ കോഡിന് തകർച്ച പറ്റിയ ആൾക്കാരാണ്, വീൽ ചെയറിൽ ഇരിക്കുന്നവരാണ്. അംഗവൈകല്യം സംഭവിച്ച കുറച്ചാളുകൾ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്താൻ നിനക്ക് കഴിയുമോ എന്ന് അവർ കർത്താവിനോട് നിലവിളിക്കുന്നു. അവരുടെ സകല ആശ്രയവും വറ്റിപ്പോയപ്പോൾ, സകലരിലുമുള്ള ആശ്രയം നീങ്ങിപ്പോയപ്പോൾ അവർ കർത്താവിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇതേ ഞാൻ പ്രവർത്തിക്കുന്ന ദൈവം. നിന്റെ സകല രോഗങ്ങൾക്ക് മേലും ഞാൻ വിടുതൽ നൽകും. നിന്നെ എഴുന്നേൽപ്പിച്ച് നടക്കുക തന്നെ ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സ്പൈനൽ കോഡിന് പരിക്ക് പറ്റി തളർന്നു കിടക്കുന്ന ചില വ്യക്തികളെ കർത്താവ് കാണിച്ചിരുന്നു. അവരുടെ ആ രോഗാവസ്ഥയിൽ നിന്ന് അവരെ വിടുവിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ തളർച്ചകളെ, അവരെ വീൽ ചെയറിൽ തളർത്തിയിട്ട ദുഷ്ട പൈശാചിക ബന്ധനത്തിൽ നിന്നും അവരെ കർത്താവ് വിടുവിച്ച് അനുഗ്രഹിച്ച് അവരെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവം തമ്പുരാൻ എന്നോട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ തന്നെ തളർച്ചകൾ മാറി അവർ എഴുന്നേറ്റ് നടക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആമേൻ. ഇനി കിടക്കുന്നത് കിടപ്പ് രോഗികളാണ്. എന്നുവെച്ചാൽ സോഡിയം കുറഞ്ഞിട്ട് കിടപ്പിലായ ഒരു വ്യക്തിയെ ദൈവം തമ്പുരാൻ എനിക്ക് കാണിച്ചു തരുന്നു. അവരുടെ പേര് തങ്കമ്മ എന്നാണ്. വയസ്സ് 59. എല്ലാവർക്കും ഭാരമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരെ നോക്കാൻ ഇപ്പം ആർക്കും പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് അവർ പറയുന്നു, അവരുടെ താമസ സ്ഥലം എന്ന് പറയുന്നത് കൊച്ചി കലൂരിലെ ഒരു ഫ്ലാറ്റാണ് കർത്താവിനെ കാണിച്ചു തരുന്നത്. ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിലും 2 ദിവസം അവർ നിൽക്കും, 3-ാം ദിവസം ഹോം നേഴ്സ് പോകും. ഇങ്ങനെ ഒരവസ്ഥയിൽ വീട്ടുകാർക്ക് ഭാരമായിട്ടാണ് ആ അമ്മ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ വീട്ടുകാർ പറയുന്നു, ഞങ്ങൾക്ക് ഭാരമായിട്ട് എന്തിന് കിടക്കുന്നു എന്നവർ ചോദിക്കുന്നു. രോഗം വരുന്നത് ഒരു മനുഷ്യൻ്റെയും കുറ്റമല്ല. ആമേൻ. രോഗം വരുന്നത് ഒരു മനുഷ്യൻ്റെയും കുറ്റമല്ല. അതുകൊണ്ട് തന്നെ രോഗികളായി കിടക്കുന്നവരെ തല്ലാനും പരിഹസിക്കാനും ഉപദ്രവിക്കാനും അവരെ ശപിക്കാനും പ്രാകാനും പോകരുത്. അത് കർത്താവിന് ഹിതമുള്ളൊരു കാര്യമല്ല, കർത്താവിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ആമേൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ, അഥവാ ഒരു രോഗിയെ ദ്രോഹിച്ചാൽ, നാളെ നിങ്ങൾ അതേ അവസ്ഥയിൽ കിടക്കുമെന്നാണ് നിയമം പറയുന്നത്. നമുക്ക് ഒരാൾക്ക് ഒരു പനി വരുന്നത്, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം പലവിധ രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ കാണാം. അവരാരെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ അവർക്ക് ഈ രോഗം വരുന്നത്? അവരാരെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ രോഗം വരണേ, ആ രോഗം വരണേ എന്ന് അവരാരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ ലോകത്ത് ഒരു മനുഷ്യനും തങ്ങൾക്ക് തിന്മ വരണേന്ന് ആഗ്രഹിക്കുന്നില്ല. അവർ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തിന്മ വരുന്ന, രോഗാവസ്ഥയിലായിരിക്കുന്ന, അല്ലെങ്കിൽ കടക്കിണിയിലായിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുരിതത്തിലായിരിക്കുന്ന വ്യക്തികളെ കളിയാക്കാനോ പരിഹസിക്കാനോ ഉള്ള അനുവാദം ദൈവം ആർക്കും കൊടുക്കുന്നില്ല. അതിനാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്താൽ മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. മനസ്സിലായോ? മറ്റൊരാളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ നമ്മൾ മുഖാന്തരം വന്നാൽ അത് നമ്മളും നമ്മുടെ തലമുറകളെ അനുഭവിച്ച് അതാണ് ഒരു നിയമം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അതിനാൽ കർത്താവ് പറയുന്നു, തങ്കമ്മ ആൻ്റിയെ ദൈവം തമ്പുരാൻ അവിടെ ആ രോഗാവസ്ഥയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് വിടുവിച്ച് നടത്തുന്നു. ഇനി ആർക്കും അവരെ കൊണ്ടൊരു ശല്യം ഉണ്ടാവത്തില്ല. ആമേൻ. ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും കാണും. ഈ ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും കാണും, സമ്പത്തുള്ളപ്പോഴും എല്ലാവരും കാണും. എന്നാൽ ഇത് രണ്ടും ഇല്ലാത്തപ്പോൾ ആരും കാണത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ആ ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ നിന്റെ ഏതവസ്ഥയിലും ഈ ലോകത്ത് ആരുമില്ലേലും കർത്താവ് കൂടെ കാണും. ആമേൻ.
ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.